ഇന്നത്തെ എപ്പിസോഡിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന നാളത്തെ പ്രോമോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ആകാംക്ഷ തെറ്റിക്കണ്ട, നാളത്തെ പ്രോമോ വന്നിട്ടുണ്ട്. പ്രോമോയിൽ വേറെ ഒന്നല്ല, നമ്മുടെ അൻസിബയും അതുപോലെ തന്നെ നമ്മുടെ പവർ ടീമും തമ്മിലുള്ള ഒരു ചെറിയതല്ല, ഒരു വലിയ തന്നെ വാക്കുതർക്കമാണ് കാണിക്കുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അസംബ്ലി ഉണ്ടല്ലോ, അസംബ്ലിക്ക് നമ്മുടെ അൻസിബേനെ നമ്മുടെ പവർ ടീം വിളിക്കുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നുണ്ട് എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന്. അപ്പൊ അവര് പറയുന്നുണ്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞാലൊന്നും പറ്റത്തില്ല, എല്ലാവരും വരണം. പക്ഷെ അൻസിബ ഒന്നും കേൾക്കാതെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ജാസ്മിൻ അപ്സരയാണെങ്കിൽ എൻ്റെ അടുത്ത് ഓവറായിട്ട് അധികാരം കാണിച്ച ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുന്റെ ഒരു സംസാരമാണ്. അതായത് അർജുൻ പറയുന്നുണ്ട് ഇവിടെ അർജുനോ അതുപോലെ തന്നെ റസ്മിനോ അപ്സരയോ ഗബ്രിയോ ഒന്നുമില്ല, പവർ ടീം ആണെന്ന് പറയുന്നുണ്ട്. അർജുൻ ഇച്ചിരി ഭയങ്കരമായ രീതിയിൽ ഒരു അഹങ്കാരമാണോ, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു വ്യത്യസ്തമായ ഒരു അർജുനാണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും ഓക്കെ, അത് നമുക്കിവിടെ വെക്കാം. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അപ്സരേനും അതുപോലെ തന്നെ പവർ ടീം എല്ലാവരും ഉണ്ട്. പിന്നെ അൻസിബയാണ്, അൻസിബ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നുണ്ട് അപ്സരയുടെ വേലക്കാരിയായിട്ടല്ല ഇവിടെ ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്സര പിന്നെ പറയുന്നുണ്ട് ഇന്നലെ അപ്സര അൻസിബയോടല്ല പറഞ്ഞത്, അതുപോലെ തന്നെ ഇന്ന് അപ്സരയല്ല പറയുന്നത്, പവർ ടീമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ അൻസിബ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും നിങ്ങൾ പവർ ടീം ആരായാലും എനിക്ക് കേൾക്കാം, എനിക്കത് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അൻസിബ പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അൻസിബ അനുസരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞോട്ടെ. കാരണം എനിക്ക് തോന്നുന്നു പവർ ടീം ആണ് ഓക്കെ, അവര് പവർ ടീം പറയുന്നതൊക്കെ നമ്മുടെ വീട്ടുകാർ കേൾക്കണം. പക്ഷെ പവർ ടീം ആണെന്നും പറഞ്ഞ് അവര് ഇച്ചിരി ഓവറായ രീതിയിൽ അധികാരമുണ്ട്, പക്ഷെ ഭയങ്കരമായ ഓർഡറിങ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒരു ബാഡ് മെസ്സേജ് ആണ് പുറത്തേക്ക് വിടുന്ന പോലെ തോന്നി. കാരണം വേറൊന്നല്ല, നമ്മുടെ പണ്ട് കാലത്ത് ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ രാജാക്കന്മാരും പിന്നെ പ്രജകൾ. അപ്പൊ രാജാക്കന്മാര് കൽപ്പിക്കുന്നത് നമ്മൾ പ്രജകൾ അനുസരിക്കണം. അത് ഇപ്പോ എന്ന് പറയുന്നത് അത് ഒരു പ്രാക്ടിക്കലായ കാര്യമല്ല. കാരണം എല്ലാവർക്കും ഈക്വൽ, നമുക്കിപ്പം രാജഭരണമൊന്നുമല്ല, അതായത് ജനങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെ പ്രതിനിധിക്കുന്ന ഒരാളും അങ്ങനെയാണല്ലോ. അപ്പൊ അവര് നമ്മളോട് പറയുന്നു നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ട് അതനുസരിക്കുന്നതിന്. പക്ഷെ നമ്മളവരുടെ ആരും ഓർഡർ ചെയ്തോ അങ്ങനെ ഒന്നുമല്ല. അപ്പൊ അവർക്ക് പറയാം, ഓർഡറും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പറയേണ്ട ഒരു രീതിയും ഒരു മര്യാദയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇച്ചിരി കൂടുതലായിട്ടാണ് ഇപ്പോഴത്തെ പവർ ടീം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് പറയാം. എനിക്കിങ്ങനെയാണ് തോന്നിയത്. ഇനി ചിലപ്പോൾ മാറാം, ചിലപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വന്ന് ചിലപ്പോൾ എൻ്റെ അഭിപ്രായവും മാറാം. പക്ഷെ എനിക്ക് ഇപ്പൊ എന്തായാലും ഇങ്ങനെയാണ് തോന്നുന്നത്. അതായത് അവര് ഭയങ്കരമായ രീതിയിൽ ഓർഡറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അപ്സര നമ്മുടെ ജാൻമണിയുടെ ഒരു പ്രശ്നത്തിൽ, ജാൻമണി രാവിലെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ അപ്സരയും എല്ലാവരും പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്സരയല്ല അൻസിബയും വീട്ടുകാരൊക്കെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അപ്സര അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞു. അതൊക്കെ കുറച്ച് ഭയങ്കര റൂഡായിട്ടുള്ള ഒരു വേ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ എല്ലാവരും പണിയെടുക്കാൻ, അപ്സര പറഞ്ഞ പോലെ പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അവർക്ക് അവരുടെ പണികൾ ഉണ്ട്, അവർ ചെയ്യണം. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാം. അല്ലാതെ അപ്സര പറയുന്ന പോലെ ആ സമയത്ത് പോയി ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. പവർ ടീം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് പവർ ഉണ്ട്, പക്ഷെ ആ പവർ അവർ കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള രീതിയിലല്ലായിരുന്നു. വേറെ എത്രയോ നല്ല രീതിയിൽ നമ്മളെ പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ രീതിയിൽ അവർക്ക് പവർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ അവർക്ക് പവർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. പക്ഷെ അതൊന്നുമല്ല, അവര് മനസ്സിൽ എനിക്ക് തോന്നുന്നു വേറൊരു രീതിയാണ് അവര് എടുക്കുന്നത്. പവർ എന്ന് പറഞ്ഞ വേറൊരു രീതിയിൽ കൂടിയാണ് അവർ ഉൾക്കൊള്ളിക്കുന്നത്. അവർ സർവാധികളാണ്, അത് വീടിന്റെ സർവാധികാരികളാണ് അവർ. ഒരിക്കലും കണ്ടസ്റ്റൻസിന്റെ ഇൻഡിവിജ്വൽ ആയ ഒരു പേഴ്സന്റെ സർവാധികാരികളല്ല ഒരിക്കലും പവർ ടീം. എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഒരു ഇതുണ്ട്. അപ്പൊ അത് അവർ തന്നെ ചെയ്യും. പക്ഷെ അതിനകത്ത് ഇവർ കൈയടക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഇതിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. എന്റെ അഭിപ്രായം എന്തായാലും ഇതാണ്. പിന്നെ നാളത്തെ ഇനി എപ്പിസോഡ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഈ അപ്സരയും അതുപോലെ ഈ അൻസിബയും തമ്മിലുള്ള ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്കിടയിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നം രണ്ടുപേരുടെ മനസ്സിൽ എന്തായാലും ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അർജുന്റെ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അർജുൻ എന്നൊരു വ്യക്തി ഫസ്റ്റ് വീക്കിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് സെക്കൻഡ് വീക്കിൽ ഉണ്ടായിരുന്നത്, സെക്കൻഡ് വീക്കിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് തേർഡ് വീക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫോർത്ത് വീക്ക് വരുമ്പോഴത്തേക്കും തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് കളിക്ക്. ശരിക്കുമുള്ള അർജുൻ എങ്ങനെയായിട്ടാ നിങ്ങൾക്ക് തോന്നുന്നത്? അർജുൻ ഫേക്ക് ആയിട്ടാണോ നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഇതാണോ റിയൽ അർജുൻ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും അതൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അതേക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണമെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്തായാലും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതേക്കുറിച്ചാണ്. എന്തായാലും ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ബൈ.